Welcome back to Deploy Happiness. ഇന്ന് സയൻസ് യുവർ ഹസ്ബൻഡ് ഡസൻറ്റ് വാല്യൂ യു. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല. നിങ്ങളൊരു കാര്യങ്ങളിലും അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? ആ ഒരു ജീവിതം വളരെയധികം ടഫാണ് നമുക്ക്, അല്ലേ? എന്തുകൊണ്ടാണ് അയാൾ നമ്മളെ ശ്രദ്ധിക്കാത്തത്? എന്താണ് പ്രശ്നം? അതേപോലെ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അതിനെ തിരസ്കരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നേരത്ത് തിരക്കാൻ അഭിനയിക്കുക. പിന്നെ നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കേൾക്കാതെ തിരിച്ചു പോവുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയൊരു ടോക്കായിരിക്കും. ഇപ്പം വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വേണം. നല്ല സോഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആവശ്യമാണെന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ പറയുന്നത്. കാരണം അല്ലെങ്കിൽ അത് സക്സസ് ആവില്ല. കാരണം എപ്പോഴും ഷോർട്ട് ടോക്കായിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോവുക, ജോലിക്കാരാണെങ്കിൽ ഒന്നും വാല്യൂ ചെയ്യാതെ അവർ പോവുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും, അല്ലേ? അതായത് നമ്മളുടെ ഹസ്ബൻഡ് നമ്മളെ മതിയായ കാരണങ്ങൾ കൊണ്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല, നമ്മളുടെ മനസ്സിലാക്കുന്നില്ല, അണ്ടർസ്റ്റാൻഡിങ്. അത് വളരെ പ്രധാനമാണ്. ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് ചോദിക്കാം. അത് ആദ്യമായിട്ട് അവർ തിരക്കിലായിരിക്കും, വളരെയധികം തിരക്ക് അഭിനയിക്കുക. അവർ തിരക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞ് ജോലിക്കാരാണെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. അതാണ് ഒരു പ്രധാന കാര്യം. അതായത് ഒന്നും സംസാരിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നല്ലത് ചെയ്താൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അതിന് കുറ്റം പറയാം. അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുകയില്ല, അത് തെറ്റാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും അവരോട് പറയുകയാണെങ്കിൽ അതിന് സപ്പോർട്ടീവായി നിൽക്കാതെ എതിര് പറയുക. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും വളരെ അധികം ഫാമിലീസിനെ അകറ്റി നിർത്തുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അകന്നു പോകാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ കോംപ്രമൈസ്. ഇപ്പം രണ്ടാളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായാലും ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ അവർക്കറിയില്ല. അവരാണ് ഏറ്റവും വലിയ ആൾ, അവർക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളതെന്നുള്ള രീതിയിൽ നമ്മൾ അടിച്ചമർത്തപ്പെടും. അത് അതിനേലും ഭയാനകമാണ്. അപ്പോൾ അങ്ങനെ ഈ ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റ് ഉണ്ടായാൽ ഭാര്യ താന്നു കൊടുക്കുക, അല്ലാതെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ അയാൾ താഴില്ല. അപ്പോൾ ഈ ദേഷ്യം വരുമ്പോഴും എന്തായാലും ആളാണ് എല്ലാ കാര്യങ്ങൾക്കും വഴക്ക് പറഞ്ഞ് ഒച്ച വെച്ച് നമ്മളെ അടിച്ചമർത്തുന്നത്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഹസ്ബൻഡിൻ്റെ സൂത്രപ്പണികളാണ്, അവർ കണ്ടെത്തുന്ന ഓരോ വഴികളാണ്. അപ്പോൾ നമുക്കത് വന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എല്ലാ രീതിയിലും ടോർച്ചർ ചെയ്യും. വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് ഒരുങ്ങിയാൽ അത് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞ്, പിന്നെ നമ്മളെവിടെയെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ നമ്മളെ കൊണ്ടുപോകാനുള്ളൊരു മനസ്സുണ്ടാവില്ല. ഇപ്പോൾ ഒരു സിനിമയ്ക്കൊക്കെ പോകാൻ നമ്മളൊരു റിക്വസ്റ്റ് ചെയ്താൽ അതിനെ സമയത്തിൻ്റെ തിരക്കെന്നും പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റുന്നത്. ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇങ്ങനെ ഭാര്യമാരെ മനസ്സിലാക്കാത്ത. ഇനി ഈ കടമ്പകളൊക്കെ കടന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും ജീവിക്കല്ലേ. അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് നമ്മളുടെ കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ അയാളെ തൊഴുത് ജീവിക്കുന്നവരുണ്ട്. ഒരു ലേഡീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ സംബന്ധിച്ച് വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പറിച്ചിടുമ്പോൾ ഇവിടെ ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, മദറില്ലോ ഫാദറില്ലോ, ഇവരെല്ലാവരെയും പരിഗണിച്ചിട്ടും എല്ലാം പോട്ടെ ഹസ്ബൻഡിൻ്റെ ഒരു പരിഗണന ഉണ്ടല്ലോ എന്നോർത്ത് കഴിയേണ്ടി വരുന്ന സമയത്തായിരിക്കും ഈ ഹസ്ബൻഡിൻ്റെ ഈ വക കാര്യങ്ങളെല്ലാം, വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആളുകൾ ആദ്യം കല്യാണം കഴിയുമ്പോൾ വളരെ തേനെ പാലേ എന്നൊക്കെ പറയും. നാൾക്ക് പോകുമ്പോഴും അവർക്ക് അവരുടേതായ തനിനിറം പുറത്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളാണ് എപ്പോഴും ഇതിന് ഇതായി വരുന്നത്. അവർക്കാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുട്ടികളുണ്ടായാൽ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടിയിട്ട്? നമ്മളുടെ കാര്യങ്ങൾ നോക്കി നമ്മളുടെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി നമ്മളുടേതായ ജോലിക്കാരാണെങ്കിൽ ആ ജോലിക്ക് പോവുക, കറക്റ്റായി ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അവരെ നോക്കി വിഷമിച്ച് അത് തന്നില്ല ഇത് തന്നില്ല എന്നൊന്നും പറഞ്ഞ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, ഇതൊന്നും നോക്കി നമ്മൾ മിണ്ടാതെ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മളുടേതായ ജോലികൾ നമ്മൾ ജോലി ഇല്ലാത്തവർ ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ പഠിപ്പൊക്കെ ഉള്ള അല്ലെങ്കിൽ പഠിപ്പില്ലാത്തതായാലും എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി ഒരു ജോലി കണ്ടുപിടിക്കുക.
അപ്പോൾ ഇവർക്കും ഒരു തിരക്കിൻ്റെ അവസാനം ഉണ്ടാവും. അല്ലാത്തടത്തോളം കാലം ഭാര്യ ഒരടിമ എന്ന രീതിയിൽ ഇവർ നമ്മളെ ഗവനിക്കില്ല, നമ്മളെ സ്നേഹിക്കില്ല, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. എവിടെ പോകുമ്പോഴും തിരക്കായി അഭിനയിച്ച് പോകുന്നവരും അവരെ പാട്ടിന് പോട്ടെ ചെയ്യുന്നതിന് നമ്മളും വേറെ രീതിയിൽ നമ്മളുടേതായ ഇപ്പോൾ എന്തെങ്കിലും കല്യാണങ്ങളാണ് മറ്റു കാര്യങ്ങളിൽ നമ്മൾ പോകാതിരിക്കേണ്ട നമ്മളും നല്ല രീതിയിൽ പോകുക. ഇനി ഫിനാൻഷ്യലായ സപ്പോർട്ട് നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ജോലി കണ്ടുപിടിക്കണം. സ്ത്രീകളോടായിട്ട് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ജോലി നിങ്ങളിപ്പോൾ ജോലിയില്ലാത്ത അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവരൊരു ജോലിയിൽ എത്തിച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ മതി. അതൊരു എൻ്റെ റിക്വസ്റ്റാണ്. കാരണം ജോലിയില്ലാത്ത അവസ്ഥയിൽ കുട്ടികൾ അവിടെ ചെന്ന് അവരെ വീട്ടുവേല ചെയ്ത് അവരെ മറ്റുള്ളവരെല്ലാവരെയും എല്ലാവരുടെ കാര്യങ്ങളും നോക്കി അവസാനം ഇവർ അവിടെ കിടന്ന് ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ വിഷമിച്ച് ആ ജീവിതം താറുമാറായി പോകും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെ മോചിതരാകാമെന്നുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. അത് മുഴുവനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ഒന്നിച്ച് തല്ലിടുമ്പോൾ അല്ലെങ്കിൽ വഴക്കിടുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുക. അത് മിക്കവാറും ഭാര്യമാരായിരിക്കും, കുറേ കഴിയുമ്പോൾ മിണ്ടാതിരിക്കും. അപ്പോൾ വഴക്കിടുന്ന സമയത്ത് രണ്ടുപേരും ഒച്ച വെച്ചാൽ പുറത്തുള്ള ആളുകൾ അറിയും, കുട്ടികൾക്ക് വിഷമാവും. അപ്പം വഴക്കിടാൻ വരെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളടങ്ങുക. ഇനി ഹസ്ബൻഡായിട്ട് യാതൊരു തരത്തിൽ അയാൾ നമ്മളോട് സ്റ്റോപ്പ് ടോക്കിംഗ് ടു ഹിം, അയാളോട് നമ്മൾ സംസാരിക്കേണ്ട. നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്താത്ത ഹസ്ബൻഡിനോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അയാളെ പാട്ടിന് പോട്ടെ, ഇത് അയാളുടെ തിരക്കിൽ അയാൾ ജീവിക്കട്ടെ, നമ്മളെ തിരക്കിൽ നമുക്ക് ജീവിക്കാം. അതേപോലെ ചിലപ്പോൾ ഭാര്യയെ തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കും സംസാരിക്കുക. അപ്പം അത് വിട്ടുകൊടുക്കാൻ പാടില്ല. അതായത് ആൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംഭാഷണം ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഭാര്യയുടെ സാമീപ്യം അയാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാളെ തനിയെ വിടുക, ഭാര്യ അകന്ന് നിൽക്കുക. അത് ഒരു നല്ല കാര്യമാണ്. ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അല്ലാതെ അടികൊണ്ട് ഇടികൊണ്ട് തിരകേട്ട് ജീവിക്കേണ്ട ഒരു സമൂഹമല്ല നമ്മളുടെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളിലും ചെയ്യാനും മിടുക്കുമുണ്ട്, അവർ മിടുക്കുകളായി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഏത് കാര്യമായാലും ഏത് ജോലിയായാലും ചെയ്യാൻ കഴിവുള്ള സ്ത്രീകൾ മുന്നോട്ട് വരാത്തതാണ് പ്രധാന കാരണം. പിന്നെ പോസിബിളായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം കുട്ടികൾക്കാണെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം നമ്മളൊരു സപ്പോർട്ടീവായ മദറായിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ പാരൻസിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അയാൾ നമ്മളെ ഗവനിക്കുന്നില്ലെങ്കിൽ അവരെയും നമ്മൾ പരിഗണിക്കണം. നമ്മളുടേതായ ചില ഡ്യൂട്ടീസ് നമുക്കുണ്ട്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഹസ്ബൻഡും കുട്ടികളും മാത്രമല്ല കൂടെയുള്ള ആളുകളെയും നമ്മളൊന്ന് ഗവനിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യാത്ത ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്ന ഓരോ ദാമ്പത്യ ബന്ധത്തിലും ഹസ്ബൻഡ് നമ്മളെ വാല്യൂ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സ്വഭാവമാണ്. പിന്നെ ആ രീതിയിൽ നമ്മൾ പ്രതികരിച്ച് കാണിക്കുക. ഒച്ച വെച്ച് സംസാരിക്കലല്ല, നമ്മൾക്ക് ജോലി കണ്ടെത്താൻ നമ്മൾ ബിസിയിൽ അപ്പോൾ അയാൾക്ക് മനസ്സിലാവും അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീടിൻ്റെ കാര്യങ്ങളൊക്കെ തവതാളത്തിലാവും. അയാളും കൂടെ ഇറങ്ങി ജോലി ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ടില്ലാത്ത സ്ത്രീകളോട് ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ കയറി വരിക. അത് വളരെ നല്ലതാണ്. കുടുംബ ഭദ്രതയ്ക്കും നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്. എപ്പോഴൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അയാൾക്ക് അതിൻ്റേതായ കുറേ ധിക്കാരങ്ങളും പറച്ചിലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് കാത്ത് നിന്ന് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതട്ടെ. നിങ്ങളെ കരുതാത്ത, നിങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റും. അല്ലാതെ ഹസ്ബൻഡിനെ വേണ്ടാന്ന് വെച്ച് വേറൊരാളുടെ കൂടെ പോകാനോ അല്ലെങ്കിൽ കുട്ടികളെ അനാഥാക്കാനോ ആത്മഹത്യയ്ക്കോ ഒരു സ്ത്രീയും ശ്രമിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ 1 പറഞ്ഞ് 2 പറഞ്ഞ് 3-ാമത്തേന് ആത്മഹത്യയ്ക്ക് പോകുന്ന കുറേ സ്ത്രീകളെ ഞാൻ കണ്ട്. എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ആ കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ചോദിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ലൈക്കും നിങ്ങളുടെ വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.